ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കാം. ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചൈനീസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ചൈനയുടെ IIP ഡാറ്റയാണ്. ഈ ആഴ്ച IIP ഡാറ്റ വരുന്നുണ്ട്. IIP ഡാറ്റ വന്നതിന് ശേഷമാണ് ചൈനീസ് എക്കണോമീനെ സംബന്ധിച്ച് നമുക്കൊരു അസസ്മെൻറ്റ് നടത്താൻ സാധിക്കുള്ളൂ. അതുവരെ മെറ്റൽ ഷെയർസും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ഷെയർസ് ഫ്യൂച്ചേഴ്സൊക്കെ താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് ഈ ഒരു ചൈനീസ് എക്കണോമിക് ഗ്രോത്ത് വറീസ് തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ ഒരു വീക്ക്നെസ്സിനും അതുപോലെ തന്നെ മെറ്റൽ ഷെയർസിൻ്റെ വീക്ക്നെസ്സിനൊക്കെ കാരണമായിട്ടുള്ളത്. കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബ്രണ്ട് ഇന്ന് ട്രേഡ് ചെയ്യുന്ന ബ്രണ്ട് ക്രൂഡ് ഓയിൽ $73.64 പെർ ബാരലിനാണ്. ഇത് വളരെ വീക്കാണ്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പെയിൻറ്റ് കമ്പനികൾക്കും അതുപോലെ തന്നെ പിഡിലൈറ്റ് പോലുള്ള കമ്പനികൾക്കും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ബ്രണ്ട് ക്രൂഡ് ഓയിൽ താഴെ വരുന്നത്. ഇനി ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് $219.8 പെർ ഔൺസിനാണ്. ഇന്നും ആണെങ്കിലും $218 പെർ ഔൺസിനാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. മറ്റ് മെറ്റൽസൊക്കെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വീക്കായിട്ട് ക്ലോസ് ചെയ്ത് ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ്. കോപ്പർ പോലുള്ള കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇനി അമേരിക്കൻ മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ചയിലത്തെ ഒരു സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ദൗ 8.89 പോയിൻറ്റും അതുപോലെ തന്നെ S&P 500 6.54 പോയിൻറ്റും നാസ്ഡാക്ക് 43.76 പോയിൻറ്റും താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് സീലിംഗ് സംബന്ധിച്ചിട്ടുള്ള ഡിസപ്പോയിൻമെൻ്റ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ സ്ലഗ്ഗിഷ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും ഇരുന്ന് ഈ അമേരിക്കൻ ഗവൺമെൻറ് ഡെറ്റ് സീലിംഗ് ഉയർത്തി ആ പ്രശ്നം പരിഹരിക്കും. ഇതാണ് ഹിസ്റ്ററി. അപ്പോൾ ഇത് ഇനീഷ്യൽ ഒരു സ്ലഗ്ഗിഷ്നെസ് ഉണ്ടെന്ന് മാത്രം. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി യൂറോപ്യൻ മാർക്കറ്റ്സും വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നിഫ്റ്റിയും വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്ത് 17.8 പോയിന്റ് ബെറ്റർ ആയിട്ടും അതുപോലെ തന്നെ സെൻസെക്സ് 123 പോയിന്റും ബെറ്റർ ആയിട്ടൊക്കെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞു. റിസൾട്ട് കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് സ്വല്പം നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇതൊരു പക്ഷേ ഒരു സ്ലഗ്ഗിഷ്നെസ് മാർക്കറ്റിൽ ഉണ്ടാക്കാം. പക്ഷേ എന്നിരുന്നാലും ഓൾറെഡി ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. കർണാടകയുടെ നമ്മളൊരു അസംബ്ലി ഇലക്ഷൻ്റെ ഇമ്പാക്റ്റ് വെച്ച് കൊണ്ട് നമ്മൾ കർണാടകയിലെ ലോക്സഭാ സീറ്റുകളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ BJPക്ക് അവിടെ 25 സീറ്റുകളുണ്ട്. ടോട്ടൽ കർണാടക എന്നുള്ള ലോക്സഭാ സീറ്റുകൾ 28 സീറ്റുകളാണ്. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സൗത്ത് ഇന്ത്യയിൽ ആകെ 130 സീറ്റുകളാണ് ലോക്സഭാ സീറ്റുകളുള്ളത്. ഇതിൽ എത്ര സീറ്റ് കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് കിട്ടുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2024 തീർച്ചയായിട്ടും ഒരു വളരെ അധികം വോളട്ടൈൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആവാനാണ് ചാൻസസ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് വലിയ നെഗറ്റീവിനുള്ള റീസൺസ് ഒന്നുമില്ല. കാരണം ഒരു കോയലേഷൻ ഗവൺമെൻറ് വരികയാണെങ്കിൽ തന്നെ രഘുരാം രാജനെ പോലെയുള്ള പല ആൾക്കാരും പല ടെക്നോക്രാറ്റുകളും അത്തരത്തിലുള്ള ഒരു മുന്നണിയിൽ ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ഒരു ചെറിയൊരു ഇമ്പാക്റ്റൊക്കെ അപ്പോൾ ഒരു മൂവ്മെൻറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു കഴിഞ്ഞിരുന്നു. 4.7 ആണ്, ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. അത് തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. IIP ഡാറ്റ മാർച്ചിലത്തെ വന്നിരിക്കുന്നത് 1.1% താഴെയാണ്. ഫെബ്രുവരിയിൽ അത് 5.8% ആയിരുന്നു. അപ്പോൾ 1.1% താഴെ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയാണ്. വലിയൊരു നെഗറ്റീവ് ന്യൂസ് അല്ല. ഫോറക്സ് റിസർവ് വീണ്ടും കൂടിയിരിക്കുകയാണ്. മെയ് 5 അവസാനിക്കുന്ന ആഴ്ചയിൽ 595.98
ബില്യൺ US$ നമ്മുടെ ഫോറക്സ് റിസർവ് വന്നിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. 12,500 കോടി രൂപയ്ക്കുള്ള ഷെയറുകൾ വാല്യൂ വരുന്ന സ്റ്റോക്കുകൾ വിൽക്കുന്നതാണ് പറയുന്നത്. അഡാനി ട്രാൻസ്മിഷനും ഏകദേശം 8,500 കോടി രൂപ വരെ QIP നടത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രോബ്ലത്തിൽ നിൽക്കുന്ന അവസ്ഥയിലും അഡാനി QIP നടത്തുകയാണ്. മിക്കവാറും ഈ QIP നടത്താനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞുണ്ടാവാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ QIP പ്ലേസ്മെൻറ്റ് സക്സസ് ആവും എന്ന് തന്നെയാണ് കരുതുന്നത്. അയൺ ഓർ പ്രൈസസ് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 200-day മൂവിങ് ആവറേജിൽ താഴെ വന്നിരിക്കുകയാണ്. സ്ലൈറ്റ്ലി നെഗറ്റീവാണ് NMDCനെ പോലുള്ള കമ്പനികൾക്ക്, പക്ഷേ ഓൾമോസ്റ്റ് ഈ ന്യൂസൊക്കെ ഡിസ്കൗണ്ടഡ് ആണ്. ഇനി ടിറ്റഗ്ര വാഗൻസ് RK ഫോർജിങ്സ് ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ട്രെയിൻ വീലുകൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് തുടങ്ങാൻ പോവാണ്. ജർമ്മൻ കമ്പനി ആയിട്ടാണ് കൊളാബറേഷൻ. മുമ്പ് തന്നെ ഇവർ അലയൻസ് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ 2 ലക്ഷം വീൽസ് പെർ ആനാണ് ഇത് ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ട്രെയിൻ വീൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി മാറാൻ പോവുകയാണ്. അപ്പോൾ ടിറ്റഗ്ര വാഗൻസിനും RK ഫോർജിങ്സിനും ലോങ് ടൈമിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. നമ്മൾ വളരെ മുമ്പ് തന്നെ ഇത് അനൗൺസ് ചെയ്തിരുന്നതാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ, റെയിൽവേ റിലേറ്റഡ് എല്ലാ സ്റ്റോക്കുകളും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല ബൈ ആണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാവുന്നതാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിട്ട് വന്ന Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോർ എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചത്. ഈ റിസൾട്ട് എക്സ്പെക്റ്റേഷനിൽ ടാറ്റ മോട്ടോർ വളരെയധികം മുന്നോട്ട് പോയിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്തേക്കാം. പ്രത്യേകിച്ച് ടാറ്റ ടെക്നോളജിയുടെ IPO വരാം അടുത്ത 2-3-4 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. പക്ഷേ ഓൾറെഡി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് 520 റേഞ്ചിലേക്ക് ടാറ്റ മോട്ടോർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പുറത്ത് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ചെറിയൊരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഉണ്ടായിക്കൂടായില്ല. സിപ്ലയുടെ റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷനാണ്. വൺ ടൈം ചാർജ് ഉണ്ടായിരുന്നു 152.42 കോടി രൂപയുടെ ഒരു ഹിറ്റ് വന്നിരുന്നു. പക്ഷേ അത് വൺ ടൈം ഹിറ്റാണ്, വലിയ നെഗറ്റീവ് ഒന്നുമല്ല. DLF ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചത്. അതുപോലെ HPCL ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചത്. വേദാന്ത ബിലോ എക്സ്പെക്റ്റേഷനാണ് നോക്കുമ്പോൾ, പക്ഷേ Q2 നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷനാണ്. 1,330 കോടി രൂപയുടെ ഒരു എംപയർമെൻറ്റ് കോസ്റ്റും കൂടി അതിൽ റൈറ്റ് ഓഫ് ചെയ്ത കാരണമാണ് പ്രോഫിറ്റ് കുറയാൻ കാരണമായിട്ടുള്ളത്. കോൾഗേറ്റ് പാമോലീവ് Q2 ബെറ്ററാണ്. മണപ്പുറം ഇയർ ടു ഇയർ ബെറ്ററാണ്. Q2 ബെറ്ററാണ്. VST ടില്ലേഴ്സ് എക്സലൻറ്റ് റിസൾട്ടാണ് ഇയർ ടു ഇയറും അതുപോലെ തന്നെ Q2 വന്നിട്ടുള്ളത്. നവീൻ ഫ്ലൂറിൻ ബെറ്റർ റിസൾട്ടാണ്. ഗ്രീവ്സ് കോട്ടൺ അതുപോലെ തന്നെ എക്സലൻറ്റ് റിസൾട്ടാണ് Q2 അതുപോലെ തന്നെ ഇയർ ടു ഇയറും വന്നിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് Q2 അതുപോലെ തന്നെ ടേൺ ഓവർ നോക്കുകയാണെങ്കിലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു HAIയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള റിസൾട്ട് തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. കാരണം ധാരാളം ഓർഡേഴ്സ് കയ്യിലുണ്ട്. ഇനി ഇന്ന് റിസൾട്ട് വരാനായിട്ട് പോകുന്ന മേജർ കമ്പനികൾ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, അസ്ട്രാൾ, കോറമൻഡൽ ഇന്റർനാഷണൽ, ഫൈസർ, PVR, കല്യാൺ ജുവല് ഇതൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ വന്നതിന് ശേഷമാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുകയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 18,200, 18,150 ലെവലൊക്കെയാണ് സപ്പോർട്ട് വരുന്നത്. 18,450, 18,500 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഇന്നൊരു നെഗറ്റീവ് റിയാക്ഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. കർണാടക അസംബ്ലി ഇലക്ഷൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഗ്ലോബൽ ഇമ്പാക്റ്റും ആയിട്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ഞാൻ ഇന്ന് വാങ്ങാനായിട്ടൊരു ഓഹരി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സനോഫിയാണ്, ഒരു മൾട്ടിനാഷണൽ ഫാർമ കമ്പനിയാണ് സനോഫി. അവർ കൺസ്യൂമർ ബിസിനസ് ഡീമർജിയാണ്. സനോഫി